ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. കിരണിന്റെ ബോഡി വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഷാരി വന്നിട്ട് പറയാണ്, അതെ അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. രാഹുലിനെ പറ്റിയാണ് പറയുന്നത്. അയാളെ പെങ്ങൾ എന്തൊക്കെയോ സഹായിക്കുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അസ്തമിക്കാൻ പോവുകയാണ്. അതൊന്നും നടക്കില്ലെന്ന് അറിയുമ്പോൾ അയാൾക്ക് അതൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് പ്രകാശനും വിക്രവും കൂടി സംസാരിക്കുകയാണ്. പ്രകാശം പറയുന്നുണ്ട്, അതെ സരയു അവള് നമുക്ക് ഒരുപാട് പൈസയൊക്കെ തന്ന് സഹായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അവള് പറഞ്ഞ കാര്യം നടന്നില്ല, അത് പാളിപ്പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവള് നിന്നെ പിന്നെ ശത്രുവായിട്ട് കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കിരണിനോട് കാർത്തിക ആ വലിയ സത്യം പറയുകയാണ്. വേറൊന്നല്ല, അതായത് നമ്മുടെ ലക്ഷ്മി അമ്മ, കാർത്തികയുടെ അമ്മ ലക്ഷ്മി, അത് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രകാശന്റെ പിടിയിൽ നിന്നും പോയതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ, അതായത് ആ ഭർത്താവിന്റെ ആദ്യ ഭാര്യ മരിച്ചതായിരുന്നു. അങ്ങനെ അതിലും ഒരു മകനുണ്ട്, ഒരു മകൻ. അവനൊരു ക്രൂരനാണ്. ആ മകൻ ഇവരെ തേടി നടക്കുന്നുണ്ട്. ഇവരെ കൊല്ലാനും അതുപോലെ തന്നെ ഇവരുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനൊക്കെ വേണ്ടി നടക്കുന്നുണ്ട്. അവനിപ്പോ ജയിലിലാണ്. അവൻ അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്മിയെയും കാർത്തികയെയും കൊല്ലും. ആ ഒരു കാര്യമാണ് ശരിക്കും നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഭയക്കുന്ന ഒരു കാര്യം. അതായത് ലക്ഷ്മിയുടെ ഭർത്താവ്, പ്രകാശനല്ലാത്ത ഭർത്താവ് വേറെ ഉണ്ട്, അതിന്റെ ആദ്യ മകൻ, അവന് ആണ് ഇവര് രണ്ടുപേരും ഭയന്നുകൊണ്ട് നടക്കുന്നത്. ആ ഒരു കാര്യം കിരണിനോട് പറയുകയാണ്. അങ്ങനെ കിരൺ ആകെ ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.